നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് പച്ചക്കറി കൃഷിയാണ്, നമ്മളുടെ തക്കാളി. അപ്പോൾ തക്കാളി നടാനായിട്ട് നമ്മൾ ഈ ഭാഗത്താണ് തക്കാളി നടാൻ പോകുന്നത്. ഇവിടെയൊക്കെ ഒന്ന് ചെത്തി നല്ല ഭാരം മാടിയതിന് ശേഷമാണ് നമ്മൾ തക്കാളി കൃഷി ചെയ്യാൻ പോകുന്നത്. അതിന് തക്കാളി തൈകൾ ഞാൻ ഏലയിൽ നിന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. തൈ ആയിട്ടാണ് വാങ്ങിച്ചത്. ഒരു തൈക്ക് 3 രൂപയാണ് വില. അപ്പോൾ കുറച്ച് തൈകൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഭാരം മാടിയതിന് ശേഷം അത് നടുന്നത് കാണിച്ചു തരാം. കളിക്കിടാനായിട്ടുള്ള കോഴിവളമാണത്. അപ്പോൾ ഈ വാരത്തിലിട്ടിട്ട് മിക്സ് ചെയ്തിടാൻ പോവാണ്. അപ്പോൾ ഈ കോഴിവളം നമ്മൾ നല്ല പഴക്കമുള്ള കോഴിവളം എടുക്കണം, അല്ലെങ്കിൽ കമ്പോസ്റ്റ് ചെയ്തെടുക്കണം. അതുപോലെ ഇത് ഇട്ടതിന് ശേഷം നന്നായിട്ട് നന കൊടുക്കണം. പിന്നെ നമുക്ക് കോഴിവളം തന്നെ വേണമെന്നില്ല. ഇപ്പോൾ തക്കാളി കൃഷിയായാലും എന്ത് പച്ചക്കറി കൃഷിയിലും നമുക്ക് അതായത് നമുക്ക് കമ്പോസ്റ്റ് വളം ചേർക്കാം, ആട്ടുംകാട്ടം, കാലിവളം, അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൊരു സംഗതിയാണ് കോഴിവളം. നമ്മൾ എല്ലാ കൃഷികൾക്കും ഉപയോഗിക്കുന്നതാണ്, ജാതിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, തെങ്ങിനൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇതെടുത്ത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ മുകളിലൂടെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വാരത്തിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ചെറുതായിട്ട് ഇട്ട് കൊടുത്താൽ മതി, ചെറിയൊരു അടിവളം പോലെ. മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ വാരത്തിലിട്ടാണ് കോഴിവളം. നമ്മൾ നടാൻ പോകുന്നത് തക്കാളി തൈകളാണ്. നമ്മൾ ട്രെയിൽ മുളപ്പിച്ചത് വാങ്ങിച്ചതാണ്. അപ്പോൾ ഇപ്പോൾ വൈകിട്ട് സമയമായി, ഒരു 4:30 ആയി. അപ്പോൾ ചെറിയ തോതിലുള്ള വെയിലൊക്കെ ഉള്ളൂ. ഇപ്പം നമ്മൾ നട്ട് കൊടുത്തു കഴിഞ്ഞാൽ നാളെ രാവിലെ ആകുമ്പോഴേക്കും നല്ല ഊർജ്ജസ്വലമായിട്ട് നിന്നോളും തൈകൾ. രാവിലെ നട്ട് കഴിഞ്ഞാൽ വെയിലടിച്ച് കഴിഞ്ഞാൽ വാടിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൈകിട്ടാണ് നടുന്നത്. അപ്പോൾ നമ്മൾ വാരമൊക്കെ രാവിലെ എടുത്തു വെച്ചിട്ടുണ്ട്, ഇപ്പം നനച്ചിട്ടിട്ടുണ്ട്. ഇനി ഈ തൈകൾ നമ്മൾ ഓരോന്ന് പറിച്ച് അവിടെ നടാൻ പോവാണ്. ഇതിൽ നിന്ന് ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്. ഇത് ശരിക്കും ചകിരിച്ചോറിലാണ് മുളപ്പിച്ചത്. ഇതൊക്കെ അതിൻ്റെ വേരുപടലാണ്. അപ്പോൾ നമ്മൾ ഈ കൊലച്ചേർ എടുത്തിട്ടുണ്ട്, അത് വെച്ച് ഇവിടെ ഒരു കുഴി എടുക്കുകയാണ്. എന്നിട്ടാണ് നട്ടു കൊടുക്കുന്നത്. നമ്മൾ ഒരടി ഗ്യാപ്പിലാണ് നടുന്നത്. തൈ തമ്മിലുള്ള ഡിഫറൻസാണ് ഒരടി ഗ്യാപ്പ്. നമ്മുടെ തക്കാളി തൈകൾ
നട്ടിട്ടുണ്ട് അങ്ങനെ ചെറിയ ഗ്യാപ്പൊക്കെ ഇട്ട്. എല്ലാം ആ ട്രെയിൽ നിന്ന് മാറ്റി നട്ടു. വീതിയുള്ള വാരത്തിൽ 2 വെച്ച് ഏകദേശം 1 അടി ഗ്യാപ്പിലാണ് നട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ തക്കാളി തൈ നട്ട് കഴിഞ്ഞു. അപ്പോൾ ആ രീതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.